സന്ദർശക വിസയിലുള്ളവരെ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിനായി എത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തില് നിയമം ലംഘിക്കുന്നവർക്ക് 1,00,000 സൗദി റിയാല്, ഏകദേശം 22 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതര് വ്യക്തമാക്കി. നിയമവിരുദ്ധമായി തീർത്ഥാടകരെ കടത്താനുപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് കൃത്യമായി നിയന്ത്രിക്കുന്നതിനുമായി ഏർപ്പെടുത്തിയ ഹജ്ജ് ചട്ടങ്ങള് പൊതുജനങ്ങള് കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. പെർമിറ്റില്ലാതെ ഹജ്ജില്ല എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നടപടികള്. സന്ദർശക വിസയിലെത്തിയവര് അനുമതിയില്ലാതെ ഹജ്ജിന് ശ്രമിച്ചാല് അവർക്കും കടുത്ത പിഴയും നാടുകടത്തലും നേരിടേണ്ടിവരും. നിയമലംഘനങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാല് മക്ക, മദീന, റിയാദ്, കിഴക്കന് പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർക്ക് 911 എന്ന നമ്പരിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് 999 എന്ന നമ്പരിലും വിവരം അറിയിക്കാവുന്നതാണ്. ചന്ദ്രമാസപ്പിറവി അനുസരിച്ച് ഈ വർഷത്തെ ഹജ്ജ് മെയ് 25 മുതൽ 30 വരെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഹജ്ജ് പെർമിറ്റില്ലാത്ത ആരെയും മക്കയിലേക്കോ പുണ്യസ്ഥലങ്ങളിലേക്കോ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതര് ആവർത്തിച്ച് വ്യക്തമാക്കി. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ വർഷത്തെ ഹജ്ജ് സീസണ് സുഗമമാക്കുന്നതിനായി സൗദി അറേബ്യയില് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപിത നീക്കങ്ങളാണ് നടക്കുന്നത്. ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബി അമിനായിലെ കൂടാരങ്ങളില് നേരിട്ടെത്തി സജ്ജീകരണങ്ങള് വിലയിരുത്തി. ഇത്തവണ തയ്യാറെടുപ്പുകള് വളരെ നേരത്തെ തന്നെ തുടങ്ങിയത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകരുടെ നീക്കങ്ങള് നിരീക്ഷിക്കുന്നതിനും കൂടാരങ്ങളിലേക്കുള്ള പ്രവേശനവും പുറത്തുകടക്കലും കൃത്യമായി ക്രമീകരിക്കുന്നതിനുമായി ഇത്തവണ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കൂടാരത്തിലും കൃത്യമായ സമയക്രമം രേഖപ്പെടുത്തിയ ദിശാസൂചകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മക്ക റോയൽ കമ്മീഷന്റെ നേതൃത്വത്തില് മീഖാത്തുകളിലെ ഒരുക്കങ്ങളും പൂർത്തിയായി. മീഖാത്തുകളിലെ പ്രാർത്ഥനാ സ്ഥലങ്ങളില് ഒരേ സമയം 6600 പുരുഷന്മാർക്കും 3200 സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ആയിരക്കണക്കിന് പാർക്കിംഗ് ഇടങ്ങളും 100കണക്കിന് ശുചിമുറികളും തീർത്ഥാടകർക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രയ്ക്കിടയില് തീർത്ഥാടകർക്കാവശ്യമായ വെള്ളവും മറ്റ് സേവനങ്ങളും ഉറപ്പാക്കാന് സ്വകാര്യ പൊതുപങ്കാളിത്തത്തോടെയുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സൗദി വിഷന് 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായി തീർത്ഥാടകരുടെ അനുഭവം കൂടുതൽ മികച്ചതാക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. സൗകര്യങ്ങൾക്കൊപ്പം തന്നെ സേവനരംഗത്തുള്ളവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പരിശീലന പരിപാടികളും ആരംഭിച്ചു. ഉമ്മുൽ ഖുറ സർവകലാശാലയുടെ കീഴില് തീർത്ഥാടകരെ സേവിക്കുന്ന ജീവനക്കാർക്കായി ആശയവിനിമയം, ക്രൗഡ് മാനേജ്മെന്റ്, പ്രതിസന്ധിഘട്ടങ്ങളിലെ പ്രവർത്തനം എന്നിവയില് പരിശീലനം നൽകുന്നുണ്ട്. ആത്മീയമായ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഇരുഹറം കാര്യാലയ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ് ഹറം പള്ളിയില് പ്രത്യേക പഠന ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലാസുകള് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും QR കോഡുകൾ വഴിയും തീർത്ഥാടകർക്ക് ലഭ്യമാക്കും. ഹജ്ജ് കർമ്മങ്ങൾ കൃത്യമായ അറിവോടെ നിർവഹിക്കാൻ ഇത് വിശ്വാസികളെ സഹായിക്കും.